പോലീസിന്റെ വെടിവയ്പ് പരിശീലനത്തിനിടെ ലക്ഷ്യം തെറ്റിയെത്തുന്ന വെടിയുണ്ടകൾ ജീവന് ഭീഷണിയാകുന്ന തിരുവനന്തപുരം മൂക്കുന്നിമലയിലെ ജനങ്ങളുടെ ആശങ്ക ചർച്ച ചെയ്യാൻ കളക്ടർ വിളിച്ച യോഗം ഇന്ന് നടക്കും. സബ് കളക്ടറുടെ ചേംബറിൽ വൈകിട്ട് 3 മണിക്കാണ് യോഗം. അതിനു മുൻപ് ഈ മാസം 10-ന് മാതൃഭൂമി ന്യൂസ് സംപ്രേഷണം ചെയ്ത ആ വാർത്ത അത് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. നടക്കുകയാണ് തുറന്നു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലാണ് ഈ ഷീറ്റ് അവിടെ വന്ന് പൊത്തിട്ട് ഇവിടെയും പൊത്ത് ഈ തറയിൽ ഇടിച്ച് അപ്പോൾ അതിൻ്റെ സ്പീഡൊന്നും നേരെ വന്നെങ്കിലോ മോളിൽ നിന്ന് വന്നു. ഇങ്ങനെ ഞാൻ ഇവിടെ ചെടിയിലടുത്ത് നിന്നപ്പോൾ വന്ന് വയറിലൊന്നും അടിച്ച് പല ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നവർ പറയുന്നത് ഒരേ കഥയാണ്. 2018 നവംബർ 20 ആ ജനൽ ഗ്ലാസ് പൊട്ടി കിടക്കണം. അപ്പോൾ കുട്ടി മരുമോള് വിചാരിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തിനോ തട്ടി പൊട്ടിയതായിരിക്കും എന്ന് വിചാരിച്ച് അപ്പോഴതത്രയും തൂത്തുമായിരിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്തുനിന്നൊരു വെടിയുണ്ട. ആന അന്തം വിട്ട് വീട്ടിനകത്ത് വെടിയുണ്ട്. അതെങ്ങനെ വരാൻ സാധ്യത? മെയിനായിട്ട് നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊണ്ട് പോയെന്ന് വെച്ചാൽ വല്ല തീവ്രവാദികളുടേതാണെങ്കിൽ ആരുടെ വെടിയുണ്ടാണെന്ന് അറിയാൻ നോക്കില്ലല്ലോ. അവർ വല്ല ഇവിടെ പരിശീലനം വല്ലതും നടത്തിയതാണെങ്കിൽ നമ്മൾ ആകെ പെട്ടില്ലേ. അതേ ഇനത്തിലുള്ള ഗ്ലാസ് കിട്ടിയില്ല, രണ്ടാമത് മാറ്റിയതാണ്. ഇതുപോലെ ജനാല തുറക്കുന്ന മനുഷ്യരെല്ലാം പുറം ലോകത്തെ ആശങ്കയോടുകൂടിയാണ് നോക്കുന്നത്. ഇത് പുഷ്പാകരൻ ചേട്ടൻ്റെ മാത്രം കഥയല്ല, ഇത് എൻ്റെ മാത്രം കഥയല്ല, ഈ നാട്ടുകാരുടെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും കഥയാണ്. ഇതൊരു പേടി സ്വപ്നമാണ്. 2015 മെയ് 8. ഞാൻ രാമസ്വാമിയാണ്. എൻ്റെ വീട്ടിൽ വെച്ചാണ് ഒരു 9 വർഷത്തിന് മുമ്പ് ഒരു അപകടം പറ്റിയത്. അന്ന് എൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു കട്ടിൽ. ആരോ വെളിയിൽ നിന്ന് വിളിച്ചു. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് വെളിയിൽ പോയി, അല്ലെങ്കിൽ ചത്തനെ മോളിൽ നിന്ന് കുത്തി അത് പൊത്തിട്ട് ഈ കതവിൽ ഒന്ന് ഇടിച്ച് അതും പൊത്ത് തറയിലും വന്ന് കുത്തി അവിടെ ഹോളായി. എന്നിട്ട് നേരെ ഇതിവിടെ വന്ന് ഈ കതവിലൊന്ന് ഇടിച്ചിട്ട് നേരെ ഹാളിൽ പോയി. അവിടെ ചെറുമേൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ തൊട്ടില്ലാന്ന് മലയൻകീഴ് പോലീസിനെ അറിയിച്ചു. മൂക്കുന്നി മലയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. നഷ്ടത്തിന്റെ ക്ലൈമാറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആരും മരിച്ചില്ല എന്നുള്ള ഒരു സമാധാനം. ഓമനമ്മ അമ്മയുടെ വെടിയുണ്ട കൊണ്ടുവന്ന ആ വിവരം അന്വേഷിക്കാനായിട്ട് വന്നതാണ്. വിവരം ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചോണ്ട് നിന്നു. വെള്ളം ഒഴിച്ചിട്ട് പോവാൻ ഇറങ്ങിയത് എന്തിനോ വന്ന് വയറിൽ അടിക്കുമ്പോൾ തോന്നി ഇങ്ങനെ രക്തം വരണുണ്ട്. അപ്പോഴും പറഞ്ഞു മൂത്തമ്മ അപ്പുറത്ത് താമസിക്കുന്നു, അവൻ്റെ അവിടെ ചെന്ന് പറയുന്നു. അപ്പോൾ അവൻ ഇവിടെ നോക്കിയപ്പോൾ വെടിയുണ്ട കിടന്നു. അവിടുന്ന് പിയാർസിൽ പോയി. വല്ല ആനുകൂല്യം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. ഇല്ല. ചേട്ടാ, അപ്പോൾ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു നാട്ടിലെ കാര്യങ്ങൾ? ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അതെ, ഇത് തന്നെയാണ് ഈ മനുഷ്യരുടെ അവസ്ഥ. ഇവർ പറയുന്ന കഥകളെല്ലാം ഒരുപോലെയാണ്. ആ കണ്ണുകളിൽ ഇപ്പോഴും ഭീതിയുണ്ട്, വാക്കുകളിലും അങ്ങനെ തന്നെ. എന്തായാലും ഈ അവസ്ഥ മാറിയേ തീരൂ. സജികുമാറിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് വിശദാംശങ്ങളുമായി ചേരുന്നു മുക്കുന്നിമലയിൽ നിന്നും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ നിരവധി പേരുടെ ആശങ്കയാണ് ഇപ്പോൾ അവിടെ. ഓരോ ദിവസവും എങ്ങനെയാണ് പുറത്തിറങ്ങുക, കിടന്നുറങ്ങുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ആശങ്കയാണ്. പക്ഷേ അതിന് എങ്ങനെയാണ് പരിഹാരം കാണാനാവുക? ഇന്ന് 3 മണിക്ക് യോഗം വിളിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രദേശവാസികളെ കൂടെ യോഗത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? മോത്തി, മുക്കുന്നിമലയിലെ കരസേനയുടെ ഫയറിംഗ് പിറ്റിൽ നിന്ന് കഴിഞ്ഞ ഈ മാസം മുതൽ തന്നെ പലപ്പോഴായി വെടിയുണ്ടകൾ പതിച്ചുകൊണ്ടിരിക്കുന്ന പൊറ്റ എന്ന് പറയുന്ന പ്രദേശത്താണ്. പൊറ്റ, വിളവൂർക്കൽ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വെടിയുണ്ട പതിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വീട്ടിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസം, അത് 8-ാം തീയതിയാണ് ഇത്തരത്തിൽ വെടിയുണ്ട പതിക്കുന്നത്. വീടിൻ്റെ ഷീറ്റ് തുളച്ചുകൊണ്ടാണ് വെടിയുണ്ട വീട്ടിനുള്ളിലേക്ക് കടന്നത്. എന്നാൽ ആ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ രക്ഷപ്പെട്ടത്. എന്തായാലും ഇതേ തുടർന്ന് നെടുമങ്ങാട് RDOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യോഗം വിളിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായി പറയുന്നത് മുൻപ് ഈ പ്രദേശത്ത് ഇത്രത്തോളം വീടുകൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഇത് വനഭൂമിയായിരുന്നു എന്നുള്ളതാണ് RDOയുടെ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഇത്തരത്തിൽ വെടിയുണ്ടകൾ പാഞ്ഞെത്തുമെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ പ്രദേശവാസികൾക്കോ കാര്യങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ
സ്ഥിതിവിശേഷം ആകെ മാറി. ഇപ്പോൾ ആൾതാമസമുണ്ട്, പ്രദേശത്ത് വീടുകളേറെയുണ്ട് എന്നുള്ളതാണ് RDOയുടെ റിപ്പോർട്ട്. RDO KP ജയകുമാറിന്റെ റിപ്പോർട്ടിലുള്ളത്. എന്നാലും പ്രദേശവാസികൾ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്ന് സബ് കളക്ടറുടെ യോഗം ചേരുകയാണ്. അതിനകത്ത് ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ബാലിസ്റ്റിക് വിദഗ്ധരെ അടക്കം ചേർത്തുകൊണ്ടാണ് ഒരു മീറ്റിംഗ് പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നീതി ലഭിക്കുമോ ഇവിടെയുള്ളത്? നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരെല്ലാം തന്നെ റവന്യൂവിൻ്റെ ഭാഗത്തുനിന്ന് RDOയുടെ നേതൃത്വത്തിലും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോലീസും എല്ലാം സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അവരെല്ലാം എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിന്നെ ഡിഫൻസിന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉടൻ തന്നെ മറുപടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ മറ്റു മറുപടികൾ ലഭിച്ചിട്ടുണ്ടോ? പലർക്കും ഇപ്പോൾ ഈ വീടിനൊക്കെ ആണെങ്കിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിന് നഷ്ടപരിഹാരം മറ്റോ കിട്ടിയോ? നഷ്ടപരിഹാരമൊന്നും കിട്ടിയതായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലം സന്ദർശിച്ചിരുന്നു, റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി പോയിട്ടുണ്ട്. അപ്പോൾ അനുകൂലമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പും എത്ര കാലമായിട്ട് ഈ ഒരു പ്രശ്നം ഇവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്? ഇതിപ്പോ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു നമ്മുടെ പുഷ്പകാരൻ ചേട്ടന്റെ വീട്ടിൽ വീഴുന്നത് എനിക്ക് തോന്നുന്നു 6 വർഷം മുമ്പാണ്. അപ്പൊ ഇപ്പോഴാണ് ഒരു കൃത്യമായ നടപടി ഉണ്ടാകുന്നത്. ഇപ്പോഴാണ് കൃത്യമായ ഒരു അന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷെ അതിൽ പിന്നീട് അത് പിൻവലിക്കപ്പെടുകയാണ് ചെയ്തതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ അത് വളരെ സജീവമായിട്ട് അതോറിറ്റീസിന്റെ പരിഗണനയിലുണ്ട് ഈ വിഷയം. അപ്പോൾ അത് ന്യൂസ് എല്ലാം വന്നതുകൊണ്ട് എല്ലാം ആയിരിക്കാം നല്ല രീതിയിലുള്ള അവരുടെ പരിഗണനയിലുണ്ട്. അവർ ശക്തമായ എൻക്വയറി നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് അനുകൂലമായ പ്രതികരണം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മോത്തി, ഏറ്റവും എടുത്തു പറയേണ്ടത് പല ആളുകൾക്കും ജീവഹാനി പോലും സംഭവിക്കാവുന്ന സാഹചര്യം തരണം ചെയ്തവരാണ്. നമ്മളിപ്പോൾ പിന്നിൽ കണ്ട വീട്ടിലുള്ളവർ ആ സമയത്ത് വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. സോഫയിലാണ് ഇത്തരത്തിൽ വെടിയുണ്ട അവർ എന്ന് കണ്ടെത്തിയത്. ഒരു കുട്ടിയുള്ള വീടാണ്. ആ സമയത്ത് കുട്ടിയുമായി ആശുപത്രിയിൽ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട പല വീടുകളും ഈ പ്രദേശത്തുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ആ ഭാഗം മുൻപ് വനമേഖലയായിരുന്നു, ജനവാസം ഇത്രയധികം ഉണ്ടായിരുന്നില്ല എന്നതാണല്ലോ. ഈ ജനവാസം ഇത്രയധികം ഉണ്ടാവും സ്വാഭാവികമായും കാലം മുന്നോട്ട് പോകുമ്പോൾ അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അങ്ങനെ ജനവാസം കൂടിയാൽ അതിന് എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കേണ്ടതില്ലേ, അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കേണ്ടതില്ലേ എന്നതാണ് അവശേഷിക്കുന്ന ഒരു ചോദ്യം. മോത്തി, തീർച്ചയായും ഈ മാസം 8-ാം തീയതി നടന്നിട്ടുള്ള വെടിവെപ്പ് പരിശീലനം പോലീസിൻ്റെതായിരുന്നു. പക്ഷേ ഭൂമി, അതായത് ഫയറിംഗ് പിറ്റ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ ആർമിയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർമി കൃത്യമായ മാർഗദർശനങ്ങളും മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട്. പ്രദേശവാസികളെ കൃത്യമായി അറിയിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതിൽ വലിയ രീതിയിൽ പോരായ്മകൾ സംഭവിക്കുന്നുണ്ട്, വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ റിപ്പോർട്ടിന്മേലുള്ളത്. അതിൽ ഈ പ്രദേശത്ത് പലപ്പോഴും ഈ മുക്കുന്നിമല പ്രദേശത്ത് മാത്രമാണ് അറിയിപ്പ് കൊടുക്കാറുള്ളത്. എന്നാൽ ഈ പൊറ്റ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ആകാശീയ ദൂരം ഏകദേശം ഒരു 2 കിലോമീറ്ററും റോഡ് മാർഗമാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ വെടിയുണ്ടകൾ ഇവിടെ പതിച്ചിട്ടുള്ളത്. അതേ തുടർന്നാണ് ഈ ബാലിസ്റ്റിക് വിദഗ്ധരടക്കം ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവ് അവർക്ക് തന്നെയുണ്ട്. ഈ പ്രദേശത്ത് മുൻപും ഇത്തരത്തിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയതിൻ്റെ കഥകൾ പലപ്പോഴായി ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആർമി അറിയിക്കുന്നത്. അതായത് മൺചാക്കുകൾ കെട്ടി അടുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ടയറുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വേദിച്ചുകൊണ്ടാണ് ഈ വെടിയുണ്ടകൾ ഇവിടെ വന്നിട്ടുള്ളത്. പല പ്രദേശത്തും ഈ പ്രദേശത്ത് പറമ്പുകളിലൊക്കെ തന്നെ പലപ്പോഴും ആളുകൾക്ക് വെടിയുണ്ടകൾ കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും അത് വെടിയുണ്ടകളാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നുമില്ല. ഇപ്പോൾ ഈ വീട് തുളച്ചുകൊണ്ടാണ് മുൻപ് 2 കേസുകൾ പറഞ്ഞിരുന്നല്ലോ. പുഷ്പാങ്കതൻ ചേട്ടൻ്റെ കാര്യവും പറഞ്ഞു. അതുപോലെ തന്നെ ഈ വീട് തുളച്ചു വന്നിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റീസെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവവും പറഞ്ഞു. എന്തായാലും ചേട്ടൻ്റെ വീട്ടിൽ എന്നാണ് ഇത്തരത്തിൽ? എൻ്റെ 2018 വന്നിട്ടുള്ള നവംബറിലാണ്. അന്ന് എന്തെങ്കിലും നഷ്ടപരിഹാരമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല, നഷ്ടപരിഹാരമൊന്നും ഇല്ല. ഒരു 5-6 മാസം വരെ, ഒരു 1-2 മാസം വരെ ഇതിൻ്റെ ഓഫീസേഴ്സൊക്കെ വന്ന് ഇറങ്ങി കയറിപ്പോയി എന്നുള്ളതല്ലാതെ നഷ്ടപരിഹാരമൊന്നും കിട്ടിയിട്ടില്ല. ഒരു 6 മാസമായപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തിരുന്ന പരാതി നമുക്കൊന്ന് പിൻവലിക്കണം, വേണമെങ്കിൽ നമുക്ക് പിന്നീട് അപ്പീൽ പോകാം എന്നും പറഞ്ഞുകൊണ്ട് SIയുടെ അതിലൊരു ഇത് വന്നു. ഞങ്ങളത് പോയി പിന്നെ കേസ് പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ RDOയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇവിടെ മുൻപ് വനഭൂമിയായിരുന്നു, ആൾതാമസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീടുകൾ കൂടി, അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപകടം ഉണ്ടാകുന്നതാണ്. അതിനെപ്പറ്റി എനിക്കറിയില്ല. കാരണം ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ട് വസ്തു വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയിട്ട് ഒരു 25 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇവിടെ വനമായിരുന്നോ എന്നറിയില്ല. ഞാൻ വീട് വാങ്ങുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ വെടിയുണ്ട വരികയോ അങ്ങനെ? ഇല്ല. മുൻകാലങ്ങളിൽ പരിസരത്ത് ഒരു വീട്ടിൽ വന്നിരുന്നു. അന്ന് അവർ കംപ്ലൈൻറ്റ് ചെയ്തില്ല. എന്താണെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് അവർ കംപ്ലൈൻറ്റ് ചെയ്തില്ല. പക്ഷേ ആസ്പെറ്റോസ് ഷീറ്റിൻ്റെ മേൽക്കൂര പൊത്ത് താഴെ വീഴുകയാണ് ചെയ്തത്. അത് നമ്മളവിടെ വീഴുന്നപ്പോഴത്തേക്കാണ് മുമ്പ് ഞങ്ങളവിടെ ഇങ്ങനെ വീഴുന്നിട്ടുണ്ട് എന്നൊരു കംപ്ലൈൻറ്റ് അവർ പറഞ്ഞത്. അപ്പം എന്തായാലും ഇപ്പോൾ ഈ സബ് കളക്ടറുടെ ഒരു യോഗം ചേരുകയാണ്. അപ്പം അതിനകത്ത് നീതി കിട്ടുമോ? നമുക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷയുണ്ട്.
കാരണം ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ഈ വെടിയുണ്ട മുകളിൽ കൂടെ പറന്നു പോകുന്നത്. അവർ വച്ചിരിക്കുന്ന പിറ്റിൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദുരന്തം ഉണ്ടാവില്ല. അത് അവർ എങ്ങനെയെങ്കിലും അടിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ട് പൊക്കി അടിക്കുന്നതിലാണ് ഈ പിറ്റ് ആകാശത്തോടെ പറന്ന് നമ്മളെ വീട്ടിൽ വരുന്നത്. മൂത്തി, എന്തായാലും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ RDOയുടെ റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തായാലും ആർമിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ഒപ്പം തന്നെ ആർമി ഈ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനൊപ്പം പോലീസിന്റെ ആണെങ്കിലും മറ്റേത് പാർട്ടിയുടെ ആണെങ്കിലും വെടിവെപ്പ് പരിശീലനം ഉണ്ടെങ്കിൽ പരിശീലകർ ഹാജരാകണമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആർമിയുടെ ഭാഗത്തു നിന്ന് ആർമി പറയുന്നത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു വെടിവെപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ പരിശീലകർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് എന്തായാലും ഇന്നിപ്പോൾ സബ് കളക്ടറുടെ മുൻപിലേക്ക് എത്തുകയാണ്. 3 മണിക്കാണ് യോഗം ചേരുക. ബാലിസ്റ്റിക് വിദഗ്ധരുണ്ട്, ഒപ്പം ആർമി ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ പോലീസ് ഉണ്ട്.